ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ വ്ളോഗുമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ ജാനിയുടെ ബർത്ത് വ്ളോഗാണ്. എടുത്തു വെച്ചിട്ട് ഒരു മാസത്തിൽ കൂടുതലായി. ഇപ്പോഴാണ് കേട്ടോ എഡിറ്റ് ചെയ്യുന്നത്. കാരണം നൂലിട്ട് കഴിഞ്ഞിട്ട് ഇടാമെന്ന് വിചാരിച്ചു. എപ്പോഴായിരുന്നാലും നമുക്ക് ഈ മൊമെൻ്റൊക്കെ കാണാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇറങ്ങിയ ടൈമിൽ അമ്മയും അച്ഛനൊക്കെ രാവിലെ പോയിട്ടുണ്ടായിരുന്നു. ഇറങ്ങിയ ടൈമിലൊക്കെ നല്ല മഴക്കോളായിരുന്നു. പ്രാർത്ഥിച്ചുകൊണ്ടാണ് കേട്ടോ പെട്ടെന്ന് മഴയൊന്നും കാര്യമായിട്ട് പെയ്യല്ലേന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് നേരെ ഹോസ്പിറ്റലിൽ എത്തിയത്. അനന്തപുരി ഹോസ്പിറ്റലായിരുന്നു കേട്ടോ ഡെലിവറിയൊക്കെ നടന്നിട്ടുണ്ടായിരിക്കുന്നത്. അങ്ങനെ എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. പിങ്കിനെ കൊണ്ട് കയറുന്നതിന് മുമ്പേ എത്രയെന്ന് വിചാരിച്ചെങ്കിലും അതൊന്നും നടന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അവളെ കയറ്റി ഇറക്കാറായ ടൈമിലാണ് കേട്ടോ ഞാൻ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. ആ ടൈമിൽ രണ്ട് വീട്ടിൽ നിന്നുള്ള അച്ഛനും അമ്മമാരും ഉണ്ടായിരുന്നു, നാത്തൂനുണ്ടായിരുന്നു, മാമനുണ്ടായിരുന്നു. എല്ലാവരും പിങ്കിക്ക് വേണ്ടി ഡെസ്പറേറ്റ്ലി വെയിറ്റ് ചെയ്യുകയാണ് കേട്ടോ. കാശി ഇന്ന് ചെന്നപ്പോൾ തന്നെ പിങ്കിയുടെ അച്ഛനും അമ്മയും കണ്ടപ്പോൾ തന്നെ അവരുടെ കയ്യിലൊക്കെ പോയി. പിന്നെ അവനെയും കുറച്ച് നേരം കൊണ്ടിങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു. ഇതിനിടയിൽ രണ്ട് മാമന്മാരും ഇങ്ങനെ ഡിസ്കസ് ചെയ്യുകയാണ് കേട്ടോ. അതായത് രണ്ട് ഗോകുൽ മാമന്മാരും എന്തൊക്കെയോ കാര്യങ്ങളായിട്ട് ഇങ്ങനെ ചർച്ച ചെയ്യുന്നുണ്ട്. കാശിയുടെ അടുത്ത് ഇങ്ങനെ വാവയെ കാണണ്ടേന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും അവനും ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന പോലെ തോന്നുന്നു. അവന് വാവയെ കാണുന്നതിനേക്കാളും കൂടുതലും ടീയെ കാണാനാണ് അർജൻറ്റെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ പിന്നെ കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, ഒരുപാട് നേരം. നമുക്കവിടെ നിൽക്കുമ്പോഴത്തേക്കും സമയം ഇങ്ങനെ കൂടി പോകുന്നതൊക്കെ തോന്നുമല്ലോ. എല്ലാവർക്കും കുറച്ച് ടെൻഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. രണ്ടമ്മമാരും കുറച്ച് ടെൻഷനിലായിരുന്നു. എന്താണെന്ന് വെച്ചാൽ പിങ്കിക്ക് ഡേറ്റ് ആയിട്ടില്ലായിരുന്നു. 2 വീക്സ് മുന്നേ കുറച്ച് കോംപ്ലിക്കേഷൻ ഉള്ളത് കൊണ്ട് സി സെക്ഷൻ ചെയ്യാമെന്ന് പറയുമായിരുന്നു കേട്ടോ. ബി പിയുടെ ഒരു ചെറിയ വേരിയേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെയൊക്കെ ഒരു എല്ലാവരും അൺഎക്സ്പെക്റ്റഡ്ലി വന്നൊരു ഡേറ്റ് ആയിരുന്നു. പിന്നെ അതിൻ്റേതായിട്ട് വെപ്രാളത്തിൽ വന്നവരാണ് കൂടുതലും. പിന്നെ എല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അവളെ മാമനിങ്ങനെ കുറച്ച് ടെൻഷൻ അടിച്ച് നിൽക്കുന്നതൊക്കെ തോന്നിയപ്പോഴത്തേക്കും ഞാനിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും കൂളായി സംസാരിക്കുന്നതാണ് കേട്ടോ അത്. പിന്നെ അപ്പൂസിനെയും ഞാനിങ്ങനെ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൂസ് ഇങ്ങനെ കുറച്ച് ടെൻഷനിലായിരുന്നു എങ്കിലും ഞാൻ ചോദിച്ചപ്പോൾ എനിക്കെന്ത് ടെൻഷൻ എന്ന് പറഞ്ഞപ്പോൾ നല്ലൊരു ചിരി അങ്ങ് പാസ്സാക്കി തന്നു. കുറേ നേരം വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കാര്യമായിട്ടൊന്നും അറിയാൻ പറ്റിയിട്ടില്ല. ഡെലിവറി കഴിഞ്ഞോ എന്തുമായിരുന്നു സ്റ്റാറ്റസ് ഒന്നും അറിയാൻ പറ്റിയിരുന്നില്ല. അതിൻ്റെ ഇടയിലാണ് എനിക്കിത് കാണാൻ പറ്റിയത്. നാത്തൂനും അമ്മായിയമ്മയും ഒക്കെ ടെൻഷൻ അടിച്ച് നിൽക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിലൊരു സിസ്റ്റർ ഇങ്ങനെ പുറത്തേക്ക് വന്നപ്പോഴത്തേക്കും ഞങ്ങൾ ആ കുട്ടിയോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു എന്താണ്. അപ്പം പറഞ്ഞു ഡെലിവറി കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് തീർന്നു. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ ഒരു സിസ്റ്റർ ഡെലിവറി അറ്റൻഡ് ചെയ്ത സിസ്റ്റർ പുറത്തേക്ക് വന്നിട്ട് പറഞ്ഞു ബേബി ഗേളാണ് എന്ന് പറഞ്ഞു. ആ ടൈമിൽ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. എന്തുവായിരുന്നാലും ഒരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അങ്ങനെ കാശി ഒരു ചേട്ടനായി എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും ഇങ്ങനെ കളിയാക്കുന്നുണ്ട്. കാശി ഇങ്ങനെ വാവയെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ അമ്മയുടെ തോളിൽ കിടന്ന്. അപ്പം വാവേനെ കാണാനുള്ള വാവ എപ്പം വരും എന്നറിയാനുള്ള ഒരു ഇതൊക്കെ ആയിട്ട് എല്ലാവരും ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. എനിക്കിവിടെ സത്യം പറഞ്ഞാൽ എന്ത് പറയണമെന്നറിയത്തില്ല. ഭയങ്കര സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ഞങ്ങളുടെ രാജകുമാരിക്ക് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആണ് പിന്നെ അങ്ങോട്ട്. അപ്പം അതിൻ്റേതായിട്ടുള്ളൊരിതൊക്കെ ഉണ്ട്. പിന്നെ എല്ലാവരും ഇങ്ങനെ കോളിലൂടെയൊക്കെ വിളിച്ച് പറയുന്നുണ്ട് കേട്ടോ ഡെലിവറി കഴിഞ്ഞു മോളാണ് എന്നൊക്കെ എല്ലാവരും ഇങ്ങനെ വിളിച്ച് പറയുന്നുണ്ട്. പിന്നെ കിച്ചുവേട്ടനെയും അച്ചുവേട്ടനെയും ഇങ്ങനെ വിളിക്കാനുള്ള ഇതൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു ടൈമിലാണ് ഒരു കുഞ്ഞ് സ്ട്രക്ചർ ഇങ്ങനെ അകത്തോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി വാവയിലെ പുറത്ത് കൊണ്ടോട്ട് വരാനുള്ള ടൈമിലാണ് അവരകത്തോട്ട് കൊണ്ടുപോകുന്നതല്ലോ. പറഞ്ഞു തീർക്കുന്നതിന് മുമ്പേ തന്നെ അവർ കുഞ്ഞിനെയും കൊണ്ട് വന്നു. അപ്പോൾ പിങ്കിയുടെ അച്ഛനാണ് കേട്ടോ ആദ്യമായിട്ട് ഇങ്ങനെ ഏറ്റുവാങ്ങിയത്. അപ്പം എല്ലാവരും ഇങ്ങനെ കുഞ്ഞിൻ്റെ ഫേസൊക്കെ വന്ന് നോക്കി. എനിക്ക് മോളെ കണ്ടപ്പോൾ തന്നെ ആദ്യം മൈൻഡിൽ വന്നത് പിങ്കി തന്നെ. പിങ്കി എങ്ങനെ മാറ്റി വെച്ചിട്ടുള്ള പോലാണ് കേട്ടോ അവളുണ്ടായിരുന്നത്. ആ ഒരു ടൈമിൽ അച്ചുവേട്ടൻ കോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഗോകുലാണെങ്കിൽ ഇങ്ങനെ കിച്ചുവിനെ വിളിക്കാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ കിച്ചുവേട്ടൻ ജോലിക്കിടയിലായിരുന്നു കേട്ടോ. അപ്പോൾ ജോലിക്കിടയിലാണെങ്കിലും കോളൊക്കെ അറ്റൻഡ് ചെയ്തു, കണ്ടു. എല്ലാവർക്കും അതിൻ്റെതായിട്ട് സന്തോഷം ഉണ്ടായിരുന്നു. ഫാമിലിയുടെ ഒരു പുതിയ മെമ്പറും കൂടെ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി. പിന്നെ പിങ്കി ഇനി കാണണം എന്നൊക്കെ ഉള്ള മൈൻഡ് സെറ്റിൽ നിൽക്കുവാണ് കേട്ടോ. സി സെക്ഷൻ ആയതുകൊണ്ട് തന്നെ അവളെ ICUലായിരിക്കുമല്ലോ കുറച്ച് നേരം, ഒരു ദിവസത്തോളം ICUലായിരിക്കുമല്ലോ. നമ്മൾ പിന്നെ ഉച്ച വരെയൊക്കെ അവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു ടൈം ആയപ്പോഴത്തേക്കും സിസ്റ്റേഴ്സ് വന്ന് പറയുന്നുണ്ട് മോളെ ഇങ്ങനെ പീഡിയാട്രീഷ്യൻ്റെ ഒരു ഇതെടുക്കണം, സ്ലിപ്പ് എടുക്കണം എന്നൊക്കെ ഇങ്ങനെ അവളുടെ അമ്മയോട് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുഞ്ഞിനെ കുറച്ച് നേരം മാത്രമേ ഞങ്ങൾക്ക് കാണാൻ കിട്ടിയുള്ളൂ. പിന്നെ അവളെ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുകയാണ് ചെയ്തിട്ടുണ്ടായിരിക്കുന്നത്. ഇതിൻ്റെ ഇടയിലായിട്ട് പിങ്കിയുടെ വല്യമ്മയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അവരും ഇങ്ങനെ അവിടെ തന്നെ നിൽപ്പുണ്ടായിരുന്നു. എൻ്റെ കാശീനെ ഇങ്ങനെ കാശിയുടെ വാവയെ കണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോൾ വരാൻ വേണ്ടിയിട്ട് അവ ഇങ്ങനെ ആംഗ്യമൊക്കെ കാണിക്കുന്നുണ്ട്. എണീറ്റ് വരാൻ കുഞ്ഞിൻ്റെ അടുത്ത് അങ്ങനെ കാണിക്കുന്നുണ്ട്. പിന്നെ എല്ലാവരും കൂടെ നിന്ന് കുറേ നേരം മോളെ നോക്കി ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. കുറച്ച് നേരമാണെങ്കിലും
കണ്ടിട്ട് മതിയാവുന്നില്ല, എന്തൊക്കെയാണ് ചേഞ്ചസ്, ആരെപ്പോലെയാണ് ഇരിക്കുന്നത് എന്നൊക്കെ അറിയാനുള്ള ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു ചുറ്റുമുള്ള എല്ലാവർക്കും. ആ ഒരു ടൈം ആയപ്പോഴത്തേക്കും ബേബീനെ അവരെ മേലേക്ക് ഷിഫ്റ്റ് ചെയ്തു. പിന്നെ ഇനി പിങ്കിയെ കാണണം എന്നുള്ള ഇതോടുകൂടി നമ്മൾ കുറേ നേരം അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. രാവിലെ ഫുഡ് പോലും കഴിക്കാതാണ് ഡെലിവറിക്ക് കയറ്റിയെന്ന് അറിഞ്ഞപ്പോഴത്തേക്കും ഞാനൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരിക്കുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടൊരു ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്തായിരുന്നാലും ഹാപ്പി ആയല്ലോ. പിന്നെ പുറത്തേക്ക് പോയി കിച്ചുവിൻ്റെ അടുത്ത് സംസാരിച്ച് തിരിച്ച് വന്നിട്ടുണ്ടായിരുന്നു. വന്നിട്ട് ഞങ്ങൾ പിന്നെ നല്ല ദാഹവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ക്യാൻറ്റീൻ പോയി ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് പോയതാണ്. ബട്ട് പിന്നെ ആ തീരുമാനം മാറ്റി പിന്നെ വെള്ളമൊക്കെ കുടിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ പിന്നെ അവരെല്ലാവരും ഇങ്ങനെ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ഡെലിവറിയുടെ കാര്യങ്ങളും ഇനിയിപ്പോൾ സ്വീറ്റ്സൊക്കെ വാങ്ങണമല്ലോ, അതൊക്കെ ഒരു ഡിസ്കഷൻ പോലെ ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ അപ്പൂസും ഗോകുലും കൂടെ ഇനി ഇതിൻ്റെ ഇടയിൽ പോയി സ്വീറ്റ്സൊക്കെ മേടിച്ചിട്ടുണ്ട് കേട്ടോ. ലഡുവാണ് മേടിച്ചിട്ടുണ്ടായിരിക്കുന്നത്. പക്ഷേ നമ്മൾ വെള്ളമൊക്കെ കുടിക്കാൻ പോയി അവിടെ തന്നെ ഒരു ക്യാൻറ്റീൻ പോലെയല്ല, ഒരു സ്റ്റോർ പോലുള്ള സ്ഥലത്തുനിന്ന് ഞങ്ങൾ 2 സ്ലൈസ് മേടിച്ച് കുടിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഉച്ച ടൈം ആയപ്പോഴത്തേക്ക് ഫുഡ് കഴിക്കാനായിട്ട് നേരെ അവിടുത്തെ ക്യാൻറ്റീനിൽ പോയി. അപ്പോൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓർഡർ ചെയ്ത് നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് നേരത്തെ വെയിറ്റിങ്ങും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു. അങ്ങനെ അവിടെ ഇരുന്ന് ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഗോകുൽ വെജിറ്റേറിയൻ ആയിരുന്നു. ശിവരാത്രിയുടെ അന്നാണ് കേട്ടോ ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത്. അപ്പം അവിടെയൊക്കെ ഫുഡൊക്കെ കഴിച്ചു. നമ്മൾ പിന്നെ അവിടെ നിന്ന് പോകാനുള്ള ഒരു ടൈമൊക്കെ ആയി. എന്തായിരുന്നാലും ഇന്ന് പിങ്കിയെ കാണാൻ പറ്റത്തില്ല എന്നുള്ള ഇതായപ്പോഴത്തേക്കും പിന്നെ പോകാമെന്നായി. പോകുന്നതിൻ്റെ സൈഡിൽ വെച്ചിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു പൂളൊക്കെ ഇങ്ങനെ കണ്ട. പൂളിൽ കുറച്ച് ഫിഷസും കാര്യങ്ങളും ഒക്കെ കിടക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ കണ്ടിട്ട് കാശി ഇങ്ങനെ കുറച്ച് നേരം അവന് കുറച്ച് ജാട എടുത്തപ്പോഴത്തേക്ക് അതൊക്കെ കൊണ്ടുവന്ന് കാണിച്ചിങ്ങനെ ഓക്കെ ആക്കുന്നതാണ് കേട്ടോ. ചേച്ചി ഇങ്ങനെ ഓക്കെ ആക്കുന്നതാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. പിന്നെ ഗോകുലും അപ്പൂസും കൂടെ പോയി സ്വീറ്റ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതാണ് കേട്ടോ കാണുന്നത്. എല്ലാവർക്കും ഇങ്ങനെ ലഡുവൊക്കെ വിതരണം ചെയ്ത് സന്തോഷം അറിയിക്കുകയാണ്. നമ്മൾ ഫാമിലിയുടെ മെമ്പറും കൂടെ ആയല്ലോ എന്നുള്ളതിൻ്റെ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ ടൈമിലാണ് ഇങ്ങനെ ബേബിയുടെ ഡീറ്റെയിൽസ് ഇത്രയും ഫില്ല് ചെയ്ത് കൊടുക്കാനുള്ള, ബർത്ത് സർട്ടിഫിക്കറ്റിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കാനുള്ള ഒരു ടൈമും കൂടെ ആയത്. അതും കൂടെ ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഇങ്ങനെ അച്ചാമ്മയ്ക്കും നാത്തൂനും അതുപോലെ തന്നെ അമ്മയ്ക്കും വല്യമ്മയ്ക്കും ഒക്കെ ഇങ്ങനെ ലഡുവൊക്കെ കൊടുക്കുന്നുണ്ട്. കൂട്ടത്തിൽ എനിക്കും അത്രയും പേരാണ് അവിടെ ആ ടൈമിലുണ്ടായിരുന്നത് കേട്ടോ. അച്ഛനും വലിയച്ഛനും ഒക്കെ ആ ടൈമിൽ പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും നല്ല സന്തോഷം. കാശിക്കുട്ടനും ഭയങ്കര സന്തോഷം. വാണി കേട്ടപ്പോൾ എനിക്കും ഭയങ്കര സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു. അതിങ്ങനെ എടുത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ, എന്നാലും ഒരു പ്രാസത്തിന് വേണ്ടി പറഞ്ഞതാണ്. പിന്നെ അപ്പൂസ് ഇങ്ങനെ അതൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ, ബർത്ത് സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ടുള്ളത്. ബേബിയുടെ നെയിം ആ സമയത്ത് ആർക്കും അറിയത്തില്ലായിരുന്നു. അപ്പോൾ പിന്നെ അമ്മ പുറത്തേക്ക് വന്നിട്ട് എന്താണെന്ന് വെച്ചാൽ പിങ്കി പുറത്തേക്ക് വന്നിട്ട് എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കാം എന്നുള്ള ഇതായിരുന്നു കേട്ടോ. നെയിം അവർ മാത്രം അറിയുന്ന ഒരു നെയിമായിരുന്നു അവരിട്ടിട്ടുണ്ടായിരുന്നത്. ഒഫീഷ്യലി സിയ ആകാശ് എന്നാണ്. നൂലുകെട്ടിന് പറഞ്ഞിട്ടുണ്ട്, എന്നാലും ഒന്നുകൂടി പറയാം, ഒഫീഷ്യലി സിയ ആകാശ് എന്നാണ്. വീട്ടിൽ എല്ലാവരും പെട്ടെയും ജാനിക്കുട്ടി എന്ന് വിളിക്കും, ജാനി എന്നാണ് കേട്ടോ വിളിക്കുന്നത്. അപ്പം അത്രയൊക്കെയാണ് അന്നത്തെ ദിവസത്തെ വിശേഷങ്ങൾ. അപ്പം ബ്ലോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ.